പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ നാലാമത്തെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ if it is in the form f of dy is equal to e raised to ax into phi of x, where phi of x can be x raised to n അല്ലെങ്കിൽ ഒരു x ന്റെ പോളിനോമിയൽ ആകാം, or phi of x can be sin ax, cos ax അല്ലെങ്കിൽ sin ax plus b അല്ലെങ്കിൽ cos ax plus b ആകാം. അപ്പോൾ phi of x ഇതിൽ ഏതെങ്കിലും ആണ് എങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് f of dy is equal to e raised to ax into phi of x ആണെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം? I can write pi is equal to 1 upon f of d into e raised to ax into phi of x. എല്ലാ കേസിലും ചെയ്യുന്ന പോലെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ത് ചെയ്യുന്നു? ഈ f of d അതിനെ 1 upon f of d എന്ന് എഴുതിയിട്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന കംപ്ലീറ്റ് ടേമിനെ അതിൻ്റെ കൂടെ എഴുതുന്നു. Therefore I get 1 upon f of d into e raised to ax into phi of x. ഇനി നമ്മൾ അറ്റ് എ ടൈം രണ്ട് കാര്യങ്ങളാണ് അടുത്ത ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമ്മൾ ഡി എ ഡി പ്ലസ് എ എന്ന് മാറ്റുക. ദാറ്റ് ഈസ് എ എന്താണ്? ഇ റേസ് ടു എ എക്സിന്റെ കൂടെയുള്ള എ. ആ എ നമ്മൾ എന്ത് ചെയ്യുക? ഈ എഫ് ഓഫ് ഡിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷെ അവിടെ ഡി ഇസിക്കൽ ടു എ അല്ല, ഡി ഇസിക്കൽ ടു ഡി പ്ലസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇ റേസ് ടു എക്സ് ഈ ലെഫ്റ്റിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇ റേസ് ടു എക്സ് എന്നൊരു ടേം ഉണ്ട്, ഫൈ എഫ് എക്സ് ഒരു ടേം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമിനെയും കൂടെ നമ്മൾ ഒരുമിച്ചല്ല സോൾവ് ചെയ്യുന്നത്, 1 by 1 ആയിട്ടാണ്. ആദ്യം നമ്മൾ ഇ റേസ് ടു എക്സ് എന്ത് ചെയ്യുക? ഈ ലെഫ്റ്റിലേക്ക് എഴുതുക. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 upon എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ഡി എ എന്തായിട്ട് റീപ്ലേസ് ചെയ്യുക? ഡി എ ഡി പ്ലസ് എ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. ഇൻറ്റു ഫൈ ഓഫ് എക്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സിന്റെ പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട? ഇ റേസ് ടു എക്സിന് ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ ആകെ ചെയ്യാനുള്ളത് 1 upon എഫ് ഓഫ് ഡി പ്ലസ് എ ഇൻറ്റു ഫൈ ഓഫ് എക്സ്. ഇനി നമ്മൾ ഇത് മാത്രം സോൾവ് ചെയ്താൽ മതി. ഇവിടെ ഇ റേസ് ടു എക്സ് ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തു? അതിനെ ഇതിന്റെ ലെഫ്റ്റിലേക്ക് എടുത്ത് എഴുതി. എന്നിട്ട് ഡി എ എന്ത് ചെയ്തു? ഡി എ ഡി പ്ലസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അതോടെ ഇ റേസ് ടു എക്സിന്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഫൈ ഓഫ് എക്സിന്റെ പാർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഫൈ ഓഫ് എക്സ് ക്യാൻ ബി എക്സ് റേസ് ടു എൻ ആവാം, അല്ലെങ്കിൽ എക്സിന്റെ പോളിനോമിയൽ ആകാം, അല്ലെങ്കിൽ എന്താവും? സൈൻ എ എക്സോ കോസ് എക്സോ ആവും. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഓൾറെഡി പഠിച്ചതാണ്. സി 1 upon എഫ് ഓഫ് ഡി പ്ലസ് എ ഇൻറ്റു സൈൻ എ എക്സ്. ഇവിടെ എഫ് ഓഫ് ഡി പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഓഫ് ഡി തന്നെയാണ്. അപ്പോൾ 1 upon എ ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു സൈൻ എക്സ് വന്നാൽ ഏത് മെത്തേഡ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതേ മെത്തേഡ് തന്നെ. ദാറ്റ് ഈസ് കേസ് 2 ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. എ സ്ക്വയർ കണ്ടുപിടിക്കാം, മൈനസ് എ സ്ക്വയർ ഡി സ്ക്വയർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് സെക്കൻഡ് കേസിലേക്ക് പോകുന്നു. ഇനി ഫൈ ഓഫ് എക്സ് എക്സ് റേസ് ടു എൻ ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 upon എഫ് ഓഫ് ഡി പ്ലസ് എ ഇൻറ്റു എക്സ് റേസ് ടു എൻ കിട്ടും. ഓക്കെ, ഈ പറയുന്ന 1 upon എഫ് ഓഫ് ഡി പ്ലസ് എ, എഫ് ഓഫ് ഡി പ്ലസ് എ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഫംഗ്ഷൻ ഓഫ് ഡി എന്നാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് 1 upon എ ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു എക്സ് റേസ് ടു എൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന്. ഓട്ടോമാറ്റിക്കലി എന്താണ്? അത് കേസ് 3 ആണ്. കേസ് 3 നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ 1 plus എഫ് ഓഫ് ഡി പ്ലസ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന ഫോർമാറ്റിലേക്ക് മാറ്റി ഈ പറയുന്ന 1 plus എഫ് ഓഫ് ഡി പ്ലസ് എ ഇൻവേഴ്സിനെ എന്ത് ചെയ്യുക? നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, സോ ഓൾ ഇൻ ഓൾ 1 upon എഫ് ഓഫ് ഡി ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് വന്നാൽ എന്ത് ചെയ്യുക? ഡി എ ഡി പ്ലസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇ റേസ് ടു എക്സിനെ ഈ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. ഇത് ഫൈ ഓഫ് എക്സ് സൈൻ എ എക്സ് ആണെങ്കിൽ കേസ് 2, ഫൈ ഓഫ് എക്സ് എക്സ് റേസ് ടു എൻ ആണെങ്കിൽ കേസ് 3 ചെയ്യുക. ഓക്കെ, ഫൈനൽ ആൻസർ എന്താണ്? നമ്മൾ ഈ സോൾവ് ചെയ്ത് കിട്ടുന്നത് ഇൻറ്റു ഇ റേസ് ടു എക്സ്. അതാണ് ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ഫൈനൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ ചോദ്യം നോക്കാം. d minus 3 the whole square y is equal to e raised to 3x into x. Find the complete solution. Complete solution is equal to complementary function plus particular integral. ഇവിടെ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, പർട്ടിക്കുലർ ഇന്റഗ്രലും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതും. അതിനുവേണ്ടി ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? a is equal to d minus 3 the whole square is equal to 0. ഓക്സിലറി ഇക്വേഷൻ എടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കുക and d minus 3 square is equal to 0. From this we get d is equal to 3, 3. Therefore I can write y is equal to c1 plus c2x into e raised to 3x. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. Therefore pi is equal to 1 upon d minus 3 the whole square into e raised to 3x into x.
അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ e raised to 3x നെ ഈ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് d is equal to d plus 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, therefore I can write e raised to 3x into 1 upon d എന്താണ്? d plus 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then this minus 3 the whole square into x. ഈ plus 3 ഉം minus 3 ഉം cancel ആയി പോകും. Therefore I get e raised to 3x 1 upon d square into x എന്ന് വരും. 1 by d എന്താണ്? ഇന്റഗ്രേഷൻ ആണ്. 1 by d square എന്ന് പറയുമ്പോൾ ഇന്റഗ്രേഷൻ 2 തവണ ചെയ്യാം. x ന്റെ ഫസ്റ്റ് ടൈം ഇന്റഗ്രേഷൻ we get x square by 2. സെക്കൻഡ് ടൈം ഇന്റഗ്രേഷൻ we get x raised to 3 divided by 3 into this 2, 6. Therefore this I can write e raised to 3x into x raised to 3 divided by 6. Therefore complete solution is equal to c1 plus c2x into e raised to 3x plus e raised to 3x into x cube by 6. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ. രണ്ടാമത്തെ ചോദ്യം, d square plus 8 into y is equal to e raised to x into cos 3x. Find the particular integral. ഇവിടെ നമുക്ക് pi മാത്രം കണ്ടുപിടിച്ചാൽ മതി. Therefore I can write pi is equal to 1 upon d square plus 8 into e raised to x into cos 3x. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? e raised to x നെ ലെഫ്റ്റിലേക്ക് എടുക്കുക. Then d ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? d ക്ക് d plus a. ഇവിടെ a 1 ആണ്. Therefore I can write d plus 1 the whole square plus 8 into cos 3x എന്ന് വരും. അപ്പോൾ ഈ ടൈം എന്തായിട്ട് മാറും? d plus 1 the whole square is equal to d square plus 2d plus 1 plus e 8. Therefore I get d square plus 2d plus 9. Okay, therefore this equation becomes e raised to x into 1 upon d square plus 2d plus 9 into cos 3x. അപ്പോൾ e raised to x ന്റെ പാർട്ട് കഴിഞ്ഞു. നമ്മൾ ബാക്കി ചെയ്യേണ്ടത് cos 3x വെച്ചാണ്. cos 3x ഇവിടെ a 3 ആണ്. Therefore minus a square is equal to minus 9. അപ്പോൾ minus 9 ആണ് നമ്മൾ എന്ത് d square ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, therefore I get e raised to x into 1 upon d square is equal to minus 9 plus 2d plus 9 into cos 3x. ഈ minus 9 ഉം ഈ plus 9 ഉം കട്ട് ആവും. Then we have 1 upon 2 times d. This one I can write e raised to x divided by 2 into integral of cos 3x. കാരണം 1 upon d എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ആണ്. Therefore I get integration of cos 3x is equal to sin 3x by 3. Therefore I get e raised to x into sin 3x. ഇവിടെ ഒരു 3 ഉണ്ട്, ഇതിന്റെ 2 ഉം കൂടെ ഉണ്ട്. Therefore 6. ഇതാണ് ഇതിന്റെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം, d square minus 4d plus 4 into y is equal to x square e raised to 2x ആണെങ്കിൽ find the complete solution. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? This one is actually d minus 2 the whole square. Okay, therefore this one I can write d minus 2 the whole square into y is equal to x square into e raised to 2x. ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ വരും? d minus 2 the whole square is equal to 0. റൂട്ട് നമുക്ക് d is equal to 2, 2 എന്ന് കിട്ടും. Therefore c1 plus c2x into e raised to 2x ആണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തോടെ കണ്ടുപിടിക്കണം? പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. Therefore pi is equal to, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഞാൻ ഓൾറെഡി ഇങ്ങനെ എഴുതി കഴിഞ്ഞു. Therefore 1 upon d minus 2 the whole square into x square into e raised to 2x. അപ്പോൾ ആദ്യം ഈ e raised to 2x നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. Therefore e raised to 2x into, അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? d യെ d plus 2 ആയിട്ട് മാറ്റുക. കാരണം ഇവിടെ a 2 ആണ്, അതുകൊണ്ട് d നെ d plus 2 ആയിട്ട് മാറ്റുക. d plus 2 minus 2 the whole square into x square. e raised to 2x ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? d is equal to d plus 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
Therefore this I get e raised to 2x into 1 upon d square into x square. 1 upon d square എന്ന് പറഞ്ഞാൽ 2 തവണ ഇന്റഗ്രേഷൻ എടുക്കുക. സോ x സ്ക്വയറിനെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ I get x cube by 3. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ I get x raised to 4 upon 12. Therefore this answer e raised to 2x into x raised to 4 upon 12. അപ്പോൾ ടോട്ടൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? c1 plus c2x into e raised to 2x plus e raised to 2x into x raised to 4 by 12. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം d square plus 6d plus 9 into y is equal to e raised to minus 3x upon x cube. ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. കംപ്ലീറ്റ് സൊല്യൂഷൻ is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പോൾ ആദ്യം നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അതിനാദ്യം ഓക്സിലറി ഇക്വേഷൻ തന്നെ എഴുതണം. d square plus 6d plus 9 എനിക്ക് d plus 3 the whole square എന്ന് എഴുതാം equal to 0. From here I get d is equal to minus 3 minus 3. Therefore complementary function is equal to c1 plus c2x into e raised to minus 3x. Okay. ഇനി അടുത്ത particular integral pi is equal to 1 upon d plus 3 the whole square into e raised to minus 3x by x cube. നമ്മൾ എന്ത് ചെയ്യുക? e raised to minus 3x നെ ലെഫ്റ്റിലേക്ക് എടുക്കുക. Therefore I get e raised to minus 3x. അങ്ങനെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? d is equal to d plus a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ a എന്താണ്? minus 3 ആണ്. Therefore d becomes d minus 3. ഇവിടെ d minus 3 ആവുന്നു. d minus 3 plus 3 I get d square. Okay. Here I have 1 by x cube. ഈ 1 by x cube നെ എന്തായിട്ട് എഴുതുക? x raised to minus 3 ആയിട്ട് എഴുതുക. Okay. x raised to minus 3. Now I have to take double integration of x raised to minus 3. x raised to minus 3 ന്റെ ഫസ്റ്റ് ഇന്റഗ്രേഷൻ എന്ത് കിട്ടും? We get x raised to minus 2 by minus 2. So ഫസ്റ്റ് ഇന്റഗ്രേഷൻ കിട്ടി. രണ്ടാമത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോൺസ്റ്റന്റ് minus 1 by 2 ആണ്. ഇനി അടുത്ത x raised to minus 2 ന്റെ ഇന്റഗ്രേഷൻ I get x raised to minus 1 by minus 1. This one I get 1 by 2 x inverse. Therefore I can write e raised to 3x into e raised to minus 3x into 1 by 2 x inverse. Therefore pi is equal to e raised to minus 3x divided by 2x. Okay, ഇനി complete solution എന്താണ്? Complete solution is equal to c1 plus c2x e raised to minus 3x plus e raised to minus 3x divided by 2x. ഇതാണ് ഇതിന്റെ complete solution. അഞ്ചാമത്തെ ചോദ്യം d square minus 4d plus 3 into y is equal to x into e raised to 3x. Find the complete solution. അപ്പോൾ complete solution എന്ന് പറയുന്നത് cf plus pi. cf is equal to cf കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ is equal to d square minus 4d plus 3 is equal to 0 എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇതിനെ എനിക്ക് എന്ത് എഴുതാം? I can write d minus 1 into d minus 3 എന്ന് എഴുതാം. Therefore I get d is equal to 1, 3. Therefore cf is equal to c1 e raised to x plus c2 e raised to 3x. Next particular integral ആണ്. pi is equal to 1 upon d minus 1 into d minus 3 into e raised to 3x into x. ഇവിടെ നമ്മൾ d is equal to d plus 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാരണം a is equal to 3 ആണ്. Therefore this one I can write e raised to 3x into 1 upon d plus 3 minus 1 into
d plus 3 minus 3 into x. ഇപ്പോൾ ഈ പ്ലസ് 3 മൈനസ് 3 കട്ടായി പോവും. ഈ പ്ലസ് 3 മൈനസ് 1 ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 2 എന്ന് കിട്ടും. Therefore this one e raised to 3x 1 upon d plus 2 into d into x എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യണം. This one I can write e raised to 3x 1 by d എന്ന് പറയുന്ന ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും അവസാനം ചെയ്യാം. into 1 by d ഈ d plus 2 ഇതിനെ ഞാൻ 2 വെളിയിൽ എടുത്തിട്ട് 1 plus d by 2 എന്ന് എഴുതുന്നു into x. So this one I can write e raised to 3x into 1 by d into 1 by 2 1 plus d by 2 inverse into x. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. Therefore I get e raised to 3x into 1 by 2d 1 minus d by 2 plus d square by 4. ഇവിടെ നമ്മൾ d square by 4 എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് x ആണ്. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1 ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് മുതൽ ഇത് 0 ആണ്. ഓക്കെ, therefore this I can write e raised to 3x into 1 by 2 times d 1 into x. I get x. Next derivative of x I get 1 and there is one minus 1 by 2 here. Therefore minus 1 by 2. Okay, now the next step is I have to use this 1 by d, which means I have to integrate it. Therefore I can write e raised to 3x upon 2 into integral of x minus 1 by 2. Therefore this one I can write e raised to 3x upon 2 into integration of x, that we get x square by 2 minus 1 by 2 x. Therefore I can write ഇവിടെ x വെളിയിൽ എടുക്കാം. Therefore x into e raised to 3x upon 4 into 1. ഇതാണ് നമ്മുടെ particular integral. അപ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? c1 e raised to x plus c2 e raised to 3x plus x into e raised to 3x by 4 into x minus 1. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ നാലാമത്തെ കേസാണ് നോക്കിയത്. അടുത്ത വീഡിയോയിൽ 1-2 ടിപ്പിക്കൽ കേസും കൂടെ നോക്കും.